Hi and welcome to the segment My Doctor. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ രാജേഷ് രാജു ജോർജ് ആണ്. ഹി ഈസ് എ സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് HOD ENT. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബേസിക്കലി ഇസ് അബൌട്ട് ചെവിയിലെ കേൾവിക്കുറവും ചെവിയിലെ പഴുപ്പുമാണ്. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമാവുമ്പോഴാണ് നമ്മൾ ഈ കേൾവിക്കുറവെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ബട്ട് ഇപ്പോൾ കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ബേസിക്കലി നമുക്കും ഇടയ്ക്കൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഒരു കേൾവിക്കുറവ് എന്നൊക്കെ തോന്നലുണ്ട്. എന്താണ് ഒരു 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 മെഡിക്കലി ഒരു കേൾവിക്കുറവ് വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? താൻ പറഞ്ഞ മാതിരി പ്രായമാകുമ്പോൾ മാത്രമല്ല കേൾവിക്കുറവ്. ഈ കേൾവിക്കുറവിൻ്റെ എങ്ങനെയാണ് കേൾവിക്കുറവ് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ എനിക്ക് കേൾവി എങ്ങനെയാണ് ഉണ്ടാകുന്നുള്ളതെന്ന് ചെറുതായിട്ടൊന്ന് പറയുന്നതായിരിക്കും നന്നാവുക. നമുക്കൊരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ചെവിനെ മൂന്നായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. ഒന്ന് എക്സ്റ്റേണൽ ഇയർ, പിന്നെ മിഡിൽ ഇയർ, പിന്നെ ഇന്നർ ഇയർ. അപ്പോൾ ഒരു ശബ്ദം വന്നു കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് ഈ നമ്മൾ പിന്ന എന്ന് ഞങ്ങൾ പറയുന്നത് ഈ ചെവിയുടെ ഈ ഭാഗവും, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ഒരു കനാൽ പോലെ ഒരു 2.5 സെൻറ്റിമീറ്റേഴ്സോളം നീളമുള്ള ഒരു കനാലുണ്ട്. എക്സ്റ്റേണൽ ഓട്ടറി കനാൽ എന്ന് പറയും. അപ്പോൾ ഒരു ശബ്ദം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചെവി പിടിച്ചെടുത്ത് നമ്മൾ ഈ എക്സ്റ്റേണൽ കനാലിൽ കൂടെ പോയി. പിന്നെയുള്ളത് മിഡിൽ ഇയർ ആണ്. മിഡിൽ ഇയറിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ഡ്രം അല്ലെങ്കിൽ സാധാരണ ചെവി കല്ല് അല്ലെങ്കിൽ ചെവിയുടെ പാട എന്നൊക്കെ പറയുന്ന ഭാഗം. അവിടെ ഒരു ശബ്ദം വന്ന് ചെന്ന് പതിച്ചു കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള 3 ചെറിയ എല്ലുകളുണ്ട്. ഈ മിഡിൽ ഇയറിൻ്റെ കണ്ടൻസ് ഈ 3 ചെറിയ എല്ലുകളാണ്. അതിന് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന 3 എല്ലുകളിൽ കൂടെ ശബ്ദം ഒരു ശൃംഖല പോലെയാണ്, അത് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ കൂടി ശബ്ദം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് അത് ഇന്നർ ഇയറിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇന്നർ ഇയർ എന്ന് പറയുന്ന കോക്ലിയ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ കോക്ലിയയിൽ നമ്മൾ കേൾവിയെ സഹായിക്കുന്ന ഞരമ്പിൻ്റെ കോശങ്ങളുണ്ട്. ഈ കോശങ്ങളാണ് നമ്മുടെ ശബ്ദം തിരിച്ചറിയുന്നതും പിന്നെ അത് ഞരമ്പിലേക്കൂടെ നമ്മുടെ തലച്ചോറിൽ ശബ്ദം തിരിച്ചറിയുന്ന ഭാഗത്തെത്തുകയും നമ്മൾ കേൾവി ഉണ്ടാവുകയുമാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എവിടെ വേണമെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും തകരാറുകൾ ജന്മനാലോ അല്ലെങ്കിലോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കേൾവിക്കുറവ് ഉണ്ടാവാമെന്നാണ്. അപ്പോൾ കേൾവിക്കുറവ് ഓരോ പ്രായത്തിലും വ്യത്യസ്ത തരത്തിലുള്ള കേൾവിക്കുറവാണ് സാധാരണ കാണാറ്. ബട്ട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. ജന്മനാലും ഉണ്ടാകാം. സോ ബേസിക്കലി എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഹി ഈസ് ഹാവിങ് സം ഹിയറിംഗ് പ്രോബ്ലം എന്നുള്ളത്, ഒരു മെഡിക്കൽ എയ്ഡ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പൊതുവെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് വരാറ്? ശരി, ജനറലി ഒരു പേഷ്യൻ്റ് വരിക അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കൂടെയുള്ളവരായിരിക്കും പലപ്പോഴും പറയുക, ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ പറയും ടി വോളിയം കൂടുതൽ വയ്ക്കുന്നു, ഒരു ചെവി തിരിച്ചു വെച്ച് ടി വി കാണുന്നു, അല്ലെങ്കിൽ ഉറക്ക സംസാരിക്കുന്നു, അല്ലെങ്കിൽ വളരെ പതുക്കെയാണ് ഈ കുട്ടി സംസാരിക്കുക. ഇതെല്ലാം ഒരുപക്ഷെ കേൾവിക്കുറവിൻ്റെ ലക്ഷണങ്ങളാവാം. പലപ്പോഴും ഇതിലൊരു ഡിഫിക്കൽട്ടി വരുന്നത് എപ്പോഴും ഒരു ചെവിയിലുള്ള കേൾവിക്കുറവാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വലിയ പാടുമായിരിക്കും. എന്നാലും അത് രോഗികൾ പറയുന്നതും കൂടെയുള്ളവർ ശ്രദ്ധിക്കുന്നതുമായിട്ടാണ് പലപ്പോഴും നമ്മൾക്കത് തിരിച്ചറിയാൻ നമ്മൾ സഹായിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയവുമായി വരുന്ന ഒരു രോഗിയുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും രോഗങ്ങളുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള പരിശോധനയും അതുപോലെ കേൾവിയുടെ പരിശോധനയും നമ്മൾ ചെയ്യും. അതിന് ഓഡിയോഗ്രാം, ഒരു വിവിധ തരത്തിലുള്ള കേൾവിയുടെ ടെസ്റ്റുകളുണ്ട് നമ്മൾക്ക് കേൾവി കുറവ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് ഒരുപക്ഷെ നമ്മുടെ ചികിത്സ എന്താണെന്നുള്ളത് നിർണ്ണയിക്കുകയും ചെയ്യുകയും ചെയ്യുക. സോ ഹൗ ഫാർ ഈ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എന്തുമാത്രം? ഓക്കെ, കോക്ലിയർ ഇംപ്ലാന്റിനെ പറ്റി ആയിരിക്കും താങ്കൾ സംസാരിക്കുന്നത് വിചാരിച്ചിട്ട്. കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് ഇംപ്ലാന്റ്. അത് ജന്മനാൽ കേൾവിക്കുറവ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കേൾവിക്കുറവിന് കാരണം പലതുമാവാം. അതിൽ കോക്ലിയയിൽ വരുന്ന നമ്മുടെ കോശങ്ങൾ, ശബ്ദത്തിൻ്റെ കോശങ്ങൾ തിരിച്ചറിയാനുള്ള ആ ഭാഗങ്ങളിലുള്ള കോശങ്ങളുടെ ശക്തി കുറവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്ന സർജറിയെ പറ്റി ചിന്തിക്കുക. അതും ഇതിൻ്റെ സിവിയറിറ്റി, ഈ കോശങ്ങളുടെ ശക്തി കുറവിൻ്റെ സിവിയറിറ്റി എത്രത്തോളമാണ് എന്നുള്ളതാണ് നോക്കുക. അത് വളരെയധികമാണ്. കാരണം വളരെ ചെറിയ കേൾവിക്കുറവാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് ഹിയറിംഗ് എയ്ഡ് പോലെയുള്ള ശ്രവണസഹായി വെച്ച് കഴിഞ്ഞാൽ കേൾവി ഭേദമാകും. എന്നാൽ ശ്രവണസഹായിക്ക് സഹായിക്കാൻ പറ്റില്ലാത്ത അത്രം കേൾവിക്കുറവ് വരുമ്പോൾ അത് 2 ചെവിയിലെയും ബാധിക്കുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പലപ്പോഴും നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് പോലെയുള്ള സർജറിയെ പറ്റി ചിന്തിക്കുക. അത് ജന്മനാലുള്ള കേൾവിക്കുറവ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ജന്മനാലുള്ള കേൾവിക്കുറവ് ഒരു 4000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കുട്ടിക്കെങ്കിലും സിവിയറായിട്ടുള്ള ഇത്തരം കോശങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്ന കേൾവിക്കുറവ് ഉണ്ടാവാമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കേൾവിക്കുറവ് ഉണ്ടാകുന്ന കുട്ടികൾക്ക്
ഇംപ്ലാന്റ് നമ്മൾ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ താങ്കൾ ആദ്യം പറഞ്ഞ പോലെ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ കേൾവിക്കുറവ് വർദ്ധിച്ചു വരികയും ഒരു ഘട്ടം വരുമ്പോൾ ചിലപ്പോൾ കേൾവി ഇല്ലാതാവുകയും ചെയ്യുന്ന ഘട്ടങ്ങളുണ്ട്. അത്തരം ആൾക്കാർക്കും അല്ലെങ്കിൽ വേറെ മറ്റ് പല രീതികൾ കൊണ്ടും ഇൻഫെക്ഷൻസ് കൊണ്ടും ഒക്കെ നമ്മുടെ കേൾവിയുടെ കോശങ്ങളുടെ ശക്തി കുറയുമ്പോൾ നമ്മൾക്ക് ഇത്തരം സർജറിയെ പറ്റി ചിന്തിക്കാവുന്നതാണ്. ഓക്കെ, ഈ കേൾവിക്കുറവ് പോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ചെവിയിൽ പഴുപ്പ് വരിക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സിംറ്റംസ് വരാറുള്ളത്? ചെവിയിലെ പഴുപ്പ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ കനാൽ, നമ്മുടെ ചെവിയിൽ ഒരു ചെറിയ കുരു ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ പഴുപ്പ് വരാം. അതുപോലെ തന്നെ അപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനും ഇതുപോലെ പരിശോധനകൾ ആവശ്യമാണ്. പക്ഷേ അതിന് കാരണം ഈ ചെവിയിലെ എക്സ്റ്റേണൽ കനാലിലുള്ള കാരണങ്ങൾ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ദീർഘകാലം നിൽക്കുന്ന ചെവിയിലെ പഴുപ്പ് പലപ്പോഴും മിഡിൽ ഇയർ, ഞാൻ നേരത്തെ പറഞ്ഞ മധ്യകർണം എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് വരിക. അത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾക്ക് ചെറിയ ഇൻഫെക്ഷൻസ്, മൂക്കിലുമൊക്കെ നല്ല ഇൻഫെക്ഷൻസ് വരുന്ന കുട്ടികൾക്ക് ചെവിയും മൂക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്യൂബിലൊക്കെ കൂടി പഴുപ്പ് ചെവിയുടെ ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളിൽ വരികയും അത് ക്രമേണ അത് നിന്ന് ഇയർ ഡ്രമ്മിന് ഒരു ദ്വാരമുണ്ടാക്കി പഴുപ്പ് പുറത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെയുള്ള ദ്വാരം മാറാതെ ദീർഘകാലം നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും ചെവിയിൽ വെള്ളം കയറിക്കഴിഞ്ഞാലോ വിയർപ്പിറങ്ങിക്കഴിഞ്ഞാലോ ഒക്കെ ചെവി മധ്യകർണത്തിൽ പഴുപ്പ് വരാം. അപ്പോൾ ചെവിയിൽ വരുന്ന പഴുപ്പിന് പ്രാധാന്യമുണ്ട്. ചിലതരം പഴുപ്പ് അല്ലെങ്കിൽ മധ്യകർണത്തിലുണ്ടാകുന്ന പഴുപ്പുണ്ടാക്കുന്ന ചില രോഗങ്ങൾ നമ്മൾക്ക് വലിയ ഒരു കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ അതിന് ജീവൻ അപകടമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ചില പഴുപ്പ് ജീവൻ അപകടം ഉണ്ടാക്കാവുന്ന പഴുപ്പുണ്ട്. അപ്പോൾ അത് തമ്മിൽ തിരിച്ചറിയണതും എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ടൈം മെഡിക്കൽ എക്സാക്ട്ലി. ഇപ്പോൾ ജീവൻ അപകടം ഉണ്ടാക്കുന്ന പഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ചീത്ത മണമുള്ള പഴുപ്പ്, കുറച്ച് വരുന്ന പഴുപ്പ്, എന്നാൽ സ്ഥിരമായി നിൽക്കുന്ന പഴുപ്പ്, കേൾവിക്കുറവ് വർദ്ധിക്കും ഇതിനോടൊപ്പം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഇതിന് ഗൗരവം ഏറെയാണ്. കാരണം ചെവിയും നമ്മുടെ അതിനടുത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളായ തലച്ചോറ് എല്ലാത്തിടത്തേക്കും ഇത് സ്പ്രെഡ് ചെയ്യാവുന്ന തരത്തിലുള്ള പഴുപ്പുകളുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ അറിയണം. യെസ്, സോ ഒരു അസുഖം എന്ന കാറ്റഗറിയിൽ ചോദിച്ചു. ഇനി കുറച്ച് ഹാബിറ്റുകളെ പറ്റിയിട്ടാണ് ചോദിക്കാനുള്ളത്. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ഇയർബഡ്സ്. കാര്യം നമുക്ക് എന്താ പറയുക, ഒരു ചെവിയിൽ ഇച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുമ്പോൾ ഭയങ്കര കംഫർട്ട് തരുന്ന ഒരു കാര്യമാണ് ഇയർബഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ചെവിക്ക് അത്ര നല്ലതല്ല എന്ന് നമ്മൾ കേട്ടിട്ടുമുണ്ട്. സോ വാട്ട് ഡു യു സേ അബൌട്ട് ദാറ്റ്? ആ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. ഒരുപക്ഷെ ഒ പിയിൽ വരുന്ന ഒരു പ്രധാനമായി ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം തന്നെ ഇയർബഡ്സ് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. കാരണം ഇയർബഡ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെവി ക്ലീൻ ചെയ്യാനെന്നുള്ള വിചാരമായിട്ടാണ് എല്ലാവരും ഇത് ഉണ്ടാക്കുന്നവരും പറയുക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരും പറയുക. പക്ഷേ ചെവിയിലുണ്ടാകുന്ന നമുക്ക് ക്ലീൻ ചെയ്യത്തക്കവണ്ണം ഒന്നുമില്ല. ആക്ച്വലി ചെവിയിലുണ്ടാകുന്ന ആ സ്കിന്നിൽ വരുന്ന നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ പോലെയുള്ള ചില ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ചില സെക്രീഷൻസ് ആണ്. അത് നമ്മൾക്ക് ഗുണപ്രദവുമാണ് ഒരു പരിധി വരെ. അപ്പോൾ അത് ഉണ്ടാവുകയും അത് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിനാണ് വാക്സ് അല്ലെങ്കിൽ ചെവിയിൽ അഴുക്ക് എന്ന് പറയുന്നതിന് അത് യഥാർത്ഥത്തിൽ അഴുക്കല്ല, ചെവിയിൽ വരുന്ന സാധാരണ സെക്രീഷൻസ് ആണ്. അപ്പോൾ ഇത് അഴുക്കാണെന്ന് കരുതി ഈ ബഡ്സ് ഇട്ട് അതിനെ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഈ അഴുക്കിനെ എല്ലാം ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും വരുന്ന ആൾക്കാർ ഈ ബഡ്സ് ഇടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് പലപ്പോഴും വരിക. കാരണം ഈ വാക്സ് എന്ന് പറയുന്ന പദാർത്ഥം ഉള്ളിലേക്ക് തള്ളി വയ്ക്കുകയും അതിൽ ഈ ബഡ്സ് ഇടുന്നതുകൊണ്ട് വേദനയും, ഓരോ പ്രാവശ്യം ബഡ്സ് ഇടുമ്പോൾ ചെവിയുടെ സ്കിൻ ഡ്രൈ ആവുന്നതുകൊണ്ട് പിന്നെയും ചൊറിച്ചിൽ വരികയുമാണ് ചെയ്യുക. അപ്പോൾ ചൊറിച്ചിലൊരു കാരണം തന്നെ ഈ ബഡ്സ് ഇടലാണ്. അതുപോലെ തന്നെ ഈ ബഡ്സ് ഇടുമ്പോൾ ചില അറിയാതെ ഒന്ന് തട്ടിയാൽ ചില കുട്ടികൾ വന്നിട്ട് അമ്മ ഒരു ബഡ്സ് ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കുട്ടികളൊന്ന് വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇയർ ഡ്രമ്മിലാണ്. അപ്പോൾ അത് പൊട്ടുകയും അതിൽ ജീവിതകാലം മുഴുവൻ പ്രയാസങ്ങൾ ഉണ്ടാക്കത്തക്കവണ്ണം കേൾവിക്കുറവും പഴുപ്പും ഒക്കെ വരാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ബഡ്സ് ഇടുകയേ ചെയ്യരുത്. ബിഗ് നോ. സോ വൺ മോർ തിങ്, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയർഫോൺസ് ലൈക്ക് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഫോർ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന പാർട്ട് ഓഫ് ലൈഫാണ്. ഓക്കെ, അത് എന്തുമാത്രം ഇപ്പം നമ്മൾ പല പരസ്യങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഫിറ്റ് ഇൻ ടു യുവർ ഇയർ. അത് തന്നെയാണ് അവരുടെ ടാഗ് ലൈൻ. എത്ര ചെവിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പാട്ട് കേൾക്കാൻ പറ്റുമോ അതാണ് ഒരു നമുക്ക് കേൾക്കാൻ രസമുള്ളത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഹൗ ഫാർ അത് നമ്മളെ ചെവിയെ ബാധിക്കുന്നുണ്ട്? വെരി ട്രൂ, ഐ അഗ്രി. പക്ഷേ അതിൽ എനിക്ക് ഇയർബഡ് ഈ പറയുന്ന പാട്ട് കേൾക്കണ്ടായെന്നോ അല്ലെങ്കിൽ ഇയർഫോൺസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇയർബഡ്സ് വെച്ചിട്ടോ പാട്ട് കേൾക്കണ്ട എന്ന് പറയുന്നതിൽ ന്യായമൊന്നുമില്ല. ഓൺലി തിങ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഈസ് ദ വോള്യൂം ദാറ്റ് യു യൂസ്. വോള്യൂം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വളരെ ഇയർ ഡ്രമ്മിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കുന്നതിന് വോള്യൂം അധികമാണെങ്കിൽ, അത് ദീർഘനേരം നിൽക്കുന്നതാണെങ്കിൽ നോയ്സ് ഇൻഡ്യൂസ് ട്രോമ ഉണ്ടാവാം. അതുമുണ്ടാകുന്നത് നമ്മളുടെ നേരത്തെ പറഞ്ഞ കോശങ്ങൾക്കാണ് തകരാറ് വരിക. എന്നാൽ ശക്തിയായുള്ള ശബ്ദം ദീർഘനേരത്തേക്ക് എപ്പോഴും കേൾക്കുമ്പോഴും നമ്മളുടെ കേൾവിയുടെ കോശങ്ങളെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈവൻ നോർമൽ നമ്മൾ മൊബൈൽസിലൊക്കെ നമ്മളൊരു ശബ്ദം വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ലെവൽ എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് അവരതിൽ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ 80 ഡെസിബൽ
ഡെസിബൽ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ യൂണിറ്റാണ്. ഞാനിപ്പോൾ പറയുന്നത് ഒരുപക്ഷെ ഒരു 20 ഡെസിബൽ 25 ഡെസിബലായിരിക്കും. എന്നാൽ 80 ഡെസിബലിന് മേലെയുള്ള ശബ്ദമാണ് ഇപ്പോഴും ഹാനികരമെന്ന് പറയുക. പക്ഷേ അതേപോലെ തന്നെ 65 ഡെസിബലാണെങ്കിൽ ദീർഘനേരം കേൾക്കുന്നത്. അപ്പോൾ എത്ര നമ്മുടെ ചെവിയുടെ അടുത്തേക്കാണോ നമ്മുടെ വോളിയവും, ഇത് രണ്ടുമാണ് നമ്മളെ ഏറ്റവും അധികം നമ്മളുടെ കേൾവിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ ആസ് യു സെഡ് ഇയർബഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ബിഗ് നോ എന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും കാര്യം ഡോക്ടറിന് ഉപദേശിക്കാനുണ്ടോ ആൾക്കാരോട്? ബേസിക്കലി ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ അമ്മമാർ ചെവിയിൽ തോർത്തിട്ട് തിരികെയൊക്കെ വൃത്തിയാക്കി തരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെവിനെ നോക്കുന്നത് വളരെ കുറവാണ്. Is there anything like നമ്മളൊരു routine care പോലെ? Actually it's better to leave your ears alone and let the experts handle it. കാരണം ചെയ്യുന്നത് ചിലപ്പോൾ ഗുണകരമല്ല. അപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ ചിലർ പറയും ഞങ്ങൾ എണ്ണ ഒഴിച്ചു, ചിലത് പോയി നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിക്കുന്നത് ഓക്കെയാണ്, കാരണം എന്തെങ്കിലും പോയി എന്ന് ഭയപ്പെട്ടിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാവർക്കും. ഈ എണ്ണ ഒഴിക്കുന്നത് ഓക്കെയാണ്, പക്ഷേ അവർക്ക് മുമ്പ് ഒരു ഇയർ ഡ്രമ്മിൽ ഒരു ദ്വാരമോ അല്ലെങ്കിൽ നേരത്തെ മുൻകാലത്ത് ഒരു രോഗം ഉണ്ടെങ്കിൽ ഈ എണ്ണ ഒഴിക്കുന്ന ഇരട്ടി ബുദ്ധിമുട്ടിലേക്ക് മാറുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് ആൻ എക്സ്പേർട്സ് കെയർ വെൻ യു ഹാവ് ആൻ ഇഷ്യൂ വിത്ത് ദ ഇയേഴ്സ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇറ്റ് വാസ് എ വെരി ഇൻഫോർമേറ്റീവ് ഇൻ്റർവ്യൂ. ചെവിനെ സ്ഥാനത്ത് സുഖമായിട്ട് അങ്ങ് വെറുതെ വിടുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.